ക്ലച്ച് കേബിൾ അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ എപ്പോഴാണ് മാറേണ്ടത്? പൊട്ടുമ്പോൾ മാറണമെന്നായിരിക്കും പലവരുടെ ഇതിൽ ഉത്തരം. പക്ഷേ അങ്ങനെയല്ല. വണ്ടികളും പല ടൈം പീരീഡും പല കിലോമീറ്ററുമാണ് പറയുന്നത്. പക്ഷേ പല വണ്ടികളും ഓടുന്ന ക്ലൈമറ്റിക് കണ്ടീഷൻസും നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ എൻ്റെ ഡിഫറൻറ്റ്. ഒരു സർട്ടൻ കിലോമീറ്റർ അല്ലെങ്കിൽ ടൈം പീരീഡ് നമുക്ക് ഒരിക്കലും സെർച്ച് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ മാറും ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ചെക്ക ഒന്ന് പുള്ളിങ് ചെയ്യുമ്പോൾ ഒരു ക്യൂ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് ക്ലച്ച് കേബിളിൻ്റെ കാലാവധി തീർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സിലേറ്റർ നല്ലതാക്കി ടൈറ്റുമായി. ചിലവർ ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഓയിലൊക്കെ ഇട്ട് യൂസ് ചെയ്യും. അങ്ങനെയൊന്നും ഒരിക്കലും ഈ ഒരു സാധനം യൂസ് ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 8-9 മാസം കൂടുമ്പോൾ ഈ ഒരു ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിളും വെറുതെ മാറിവിടുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ എപ്പോഴാണ് പൊട്ടാം. ഇതേപോലെ വഴിയിലൊക്കെ നിൽക്കാം. വഴിയിലായി കഴിഞ്ഞാൽ എക്സ്ട്രാ മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ടെന്നൊക്കെ പണിയേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ ലേബറാവും. പിന്നെ എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെക്കാട്ടി പണിയാണ്. വേറൊരു ചെറിയ അഡ്വൈസ് കൂടെ ഉണ്ട്. ഈ ഒരു ക്ലച്ച് കേബിളൊക്കെ മാറാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഈ സൈഡിൽ കൂടെ നിങ്ങൾക്ക് തന്നെ മാറാം. പക്ഷേ ഈ ഒരു ആക്സിലേറ്റർ കേബിൾ മാറണമെങ്കിൽ ഈ ടാങ്ക് നിങ്ങൾക്ക് മൊത്തം അയച്ച് പണിയേണ്ടി വരും. അപ്പോൾ എയർ ഫിൽറ്റർ മാറാനോ എന്തെങ്കിലും ആവശ്യം ടാങ്കൊക്കെ അടിക്കുന്ന സമയത്ത് ഈ ഒരു ആക്സിലേറ്റർ കേബിൾ മാറി വിടുന്നത് എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കും. ഇതിന് 10-250 മാത്രമേ ആവൂ. ആക്സിലേറ്റർ കേബിൾ മാത്രം മാറാൻ വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ടാങ്കൊക്കെ ഫുൾ അയച്ച് അതിൻ്റെ ലേബർ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്നാവും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കഴിക്കുക. തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.